നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താന്നുള്ള കേസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സ്. എന്താ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഇങ്ങനെ ഒരു വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു അല്ലേ, അതല്ലേ നമുക്കൊരു തോന്നുന്നു നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കോൺസെപ്റ്റ്. അതന്നെയാണ് നമുക്ക് ഫ്ലോ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലും ചെയ്യാനുള്ളത്. ആ ഫ്ലോനെ മെഷർ ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജീനെ കൺവേർട്ട് ചെയ്യുക. ഇതാണ് ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഈ ഒരു ഫ്ലോ പറയുന്നതിന്റെ മുന്നേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്ലോ ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. നമ്മൾ സ്കൂളുകളിൽ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, മാറ്ററുകളുടെ പല സ്റ്റേറ്റുകളൊക്കെ അല്ലെ. എന്തൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ പല സ്റ്റേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിൽ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിലുള്ള മോളിക്യൂൾസ് തമ്മിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് ഉള്ളതിനെയാണ്, ഒരു കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയണേ, സോളിഡ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിലോ, ലിക്വിഡ് ഈസ് molecules move freely, do not bear a constant relationship. അവിടെ മോളിക്യൂൾസ് ഫ്രീലി മൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ ഉള്ള ഒന്നാണ് ഗ്യാസ്. ഏറ്റവും കൂടുതൽ ഫ്രീ മോളിക്യൂൾസ് വരുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഇങ്ങനെ 3 സ്റ്റേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പഠിച്ചെടുത്ത കാര്യങ്ങളെ ഒന്ന് റീകോൾ ചെയ്യാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എ ഫ്ലൂയിഡ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഓർ മാറ്റർ ഇൻ ട്രാൻസിഷൻ. മാറ്റർ ഇൻ ട്രാൻസിഷൻ എന്ന് പറയാൻ കാരണം എന്താണ്, നമുക്കറിയാം ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഏത് ഷേപ്പിലേക്കും അതിനെ മാറ്റാൻ കഴിയും അല്ലെ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിന്റെ ഷേപ്പിലേക്ക് അത് കൺവേർട്ട് ആവും. അതിലൊരു ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പിൽ, കുപ്പിയിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പിൽ. അപ്പോൾ അതെന്താണ്, മാറ്റർ ഇൻ ട്രാൻസിഷൻ. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് അതിന് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. ഇൻ വിച്ച് എ മോളിക്യൂൾ മൂവ്സ് ഫ്രീലി ആൻഡ് ഡു നോട്ട് ബിയർ എ കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് ഇൻ space to other molecules, and thus it has the ability to take up the shape of its container. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഓരോന്നിന്റെയും ഏത് ഷേപ്പിലാണോ ഉള്ളത് ആ ഷേപ്പിനനുസരിച്ച് ലിക്വിഡിന്റെ ഷേപ്പ് ഫോം ചെയ്യും. ഇനി ഫ്ലൂയിഡ്സ്, പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് ഫ്രീ മോളിക്യൂൾസ് പലതരത്തിലുണ്ട്. ഒന്ന് ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്, ഗ്യാസസ് ഷേപ്പിലുണ്ട്, വേപ്പർ ആയിട്ടുണ്ട്, സബ്ലിമേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും എന്താ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ മോളിക്യൂൾസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫ്രീ മൂവ്മെന്റ്സ് വരുന്നതാണ് ഗ്യാസസിനാണെന്നുണ്ടെങ്കിൽ. ദെൻ വേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LPG ഗ്യാസ് അല്ലെ, എന്താണ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അണ്ടർ, അതില് നമ്മൾ സിലിണ്ടറിൽ എന്താ ഉണ്ടായിരിക്കുക, ലിക്വിഡ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അത് ഗ്യാസ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്, വേപ്പർ. ട്രാൻസിഷൻ ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്. ഇനി സബ്ലിമേറ്റ്, ട്രാൻസിഷൻ ഫ്രം സോളിഡ് ടു ഗ്യാസ് ബൈ പാസിംഗ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഡ്രൈ ഐസ്, ഉപ്പ്, ഇതൊക്കെ എന്താണ് സോളിഡ് ടു എന്താണ് ഉപ്പിന്റെ ക്രിസ്റ്റൽസ് അല്ലെ, അതൊക്കെ സോളിഡ് ടു എന്താക്കി മാറ്റാൻ പറ്റും, ലിക്വിഡ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫ്ലൂയിഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസിന് പറയുന്ന പേരാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്, സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻസ്. ഓക്കെ, ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ, അതായത് മോഷനിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡ്സിന്റെ സ്റ്റഡിനെയാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. ഐഡിയൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. ഇങ്ങനെ 3 തരത്തിലാണ് ഐഡിയൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഉള്ളത്. നോൺ വിസ്കസ്, ഇൻകംപ്രസിബിൾ ആൻഡ് സ്റ്റഡി. നോൺ വിസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there is no internal frictional force between the adjacent layers of the fluid. ഒരു ഫ്ലൂയിഡിന്റെ അകത്ത് കുറെ ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതിലെ ഇന്റേണൽ ലെയേഴ്സ് തമ്മിൽ, അഡ്ജസന്റ് ലെയേഴ്സ് തമ്മിൽ നോൺ
ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതിൻ്റെ ഇടയിൽ നോ ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതാണ് നോൺ വിസ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പരിചയിച്ച കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഹണി എന്ന് പറഞ്ഞാൽ തേന് അല്ലെങ്കിൽ വാട്ടർ, ഇത് രണ്ടും എടുക്കുക. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും സ്പീഡിൽ പാസ് ചെയ്യുന്നത്? വാട്ടർ ആയിരിക്കും അല്ലെ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണ്. ഓക്കെ. ഇനി ഹണി ആണെന്നുണ്ടെങ്കിൽ അതിന് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്. അത് കാരണമാണ് അതിങ്ങനെ സ്ലോ മൂവ്മെന്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലിക്വിഡിനെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ പാസിങ് സ്പീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദർ ഈസ് നോ ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ അഡ്ജസന്റ് ലെയേഴ്സ് ഓഫ് ദി ഫ്ലൂയിഡ്. അതിനെയാണ് എന്ത് പറയുന്നത്? നോൺ വിസ്കസ് എന്ന് പറയുന്നത്. ഇനി ഇൻകംപ്രസിബിൾ. This means that the density of the fluid is constant. അതായത് നമ്മൾ ഒരു ടൈം പീരീഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഫ്ലൂയിഡിന്റെ എല്ലാ ടൈമിലും അതിന്റെ ഡെൻസിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയുള്ളതിനാണ് ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് വാരിയിങ് ആണെന്നുണ്ടെങ്കിൽ, കോൺസ്റ്റന്റ് അല്ലാതെ വാരിയിങ് ആണെങ്കിൽ അതെന്താ പറയാ? കംപ്രസിബിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് സ്റ്റഡി എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് മോഷൻ ഈസ് സ്റ്റഡി. ദ സ്റ്റഡി flow of a fluid means that the velocity, density and pressure at each point in the fluid do not change with the time. That do not change. Fluid ന്റെ velocity or density or pressure ഒന്നും ചേഞ്ച് ആവാൻ പാടില്ല ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റഡി എന്നുള്ള കേസ് ഐഡിയൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. മെയിനായിട്ട് രണ്ട് തരത്തിലാണ് ഫ്ലൂയിഡ് ഫ്ലോ ഉള്ളത്. ഒന്ന് സ്റ്റഡി ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഒരു നോർമൽ ഫോർമാറ്റിലാണ്, ഒരു ലീനിയർ ഫോർമാറ്റിൽ, ഒരു ലാമിനാർ ഫോർമാറ്റിലാണ്. ഓക്കെ. ഇവിടെ എത്തുമ്പോൾ അതെന്തായി? ആകെ ഡിസോർഡർ ആയിട്ടാണ് ആ വെള്ളത്തിൻ്റെ ഫ്ലോ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു പൊസിഷന് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോനെ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ അത് എന്തായി? ഡിസോർഡർ ആയിട്ടാണ്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് വെള്ളം തെറിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫ്ലോ ആണ് ഇവിടെ വരുന്നത്. ഇതാണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ. ഈ സ്ട്രീം ലൈൻ ഫ്ലോയിൽ നിന്ന് ടർബുലന്റ് ഫ്ലോയിലേക്ക് രണ്ടിൻ്റെ ഇടയിൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. അതായത് അവിടുന്ന് സ്ലോ ആയിട്ട് വരുന്നത് ഇവിടെ നിന്ന് ഹൈ സ്പീഡായിട്ടായിരിക്കും പോകുന്നത്. അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസിഷണൽ ഫ്ലോയും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫിഗർ നോക്കുക. ഇത് ടർബുലന്റ് ആണ്. ഇവിടെ എങ്ങനെയാണ് ആ വെള്ളത്തിൻ്റെ ഫ്ലോ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ടർബുലന്റ്. സ്ട്രീം ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ലെയേഴ്സും ലെയർ ആയിട്ട് തന്നെയാണ് എന്തുണ്ടായിരിക്കുക? ഫ്ലോ ഉണ്ടാവുക. ഈ ഒരു ലെയറിലുള്ളത് ഈ ലെയറിലൂടെ തന്നെ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെന്റ് ആണ് ശരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇനി ടർബുലന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസിഷൻ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്കൊരു പോയിന്റ് ഇവിടെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. വെൻ ദി പ്രഷർ ഈസ് ലോവർ ഓൺ വൺ സൈഡ് ഓഫ് ദ ഫ്ലൂയിഡ് ദാൻ on the other side, the fluid will flow towards the lower pressure region. അതായത് പ്രഷർ വാരിയേഷനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ഫ്ലോ ഉണ്ടായിരിക്കുക, ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടായിരിക്കുക. അതന്നെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കായിരിക്കും മൂവ്മെന്റ് ഉണ്ടായിരിക്കുക. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് വാട്ടർ ടാങ്കിൽ, നമ്മൾ വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് നമ്മൾ പൈപ്പ് തുറക്കുന്ന സമയത്ത് അവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ലോ പ്രഷറിലേക്ക് ഹൈ പ്രഷറിൽ നിന്ന് വാട്ടർ വരുന്നു. ഇനി നേരെ തിരിച്ച് നമ്മൾ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കയറ്റുന്ന സമയത്ത് നമ്മൾ മോട്ടറിന്റെ പ്രഷർ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടർ പമ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കേസസും ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ. ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. സ്റ്റഡി ഫ്ലോ
ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റഡി ഫ്ലോ. എന്താ സ്റ്റഡി ഫ്ലോ പറഞ്ഞത്? അതായത് നോർമലി സ്മൂത്ത് സ്റ്റഡി ആൻഡ് ഓർഡർലി ഫ്ലോ ആണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ലെയേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല, ലെയേഴ്സ് ലെയർ ആയിട്ട് തന്നെയാണ് ട്രാൻസിഷൻ ഉണ്ടാവുന്നത്. സ്മൂത്ത് സ്റ്റഡി ആൻഡ് ഓർഡർഡ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഇൻ എ ട്യൂബ് ഈസ് കോൾഡ് സ്റ്റഡി ഫ്ലോ. വെലോസിറ്റി അറ്റ് ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. സ്പേസിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല ഇൻ ദി സ്റ്റഡി ഫ്ലോ. ദെൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഈസ് സ്റ്റഡി ഓർഡേർഡ് ഫ്ലോ. നമ്മൾ ഓർഡേർഡ് ആണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇവിടെയും സ്റ്റഡി ഫ്ലോനകത്ത് ഓർഡേർഡ് ഫ്ലോ ആയിരിക്കും, അതിൻ്റെ ഫ്ലോ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. Fluid particles moves along well-defined path or streamline. Fluid particle moves along well-defined path. Already well-defined ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ടായിരിക്കും, ആ പാത്തിലൂടെയാണ് സ്റ്റഡി ഫ്ലോയിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടർബുലൻറ്റ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ എന്താ ടർബുലൻറ്റ് ഫ്ലോ? നമുക്ക് ഓൾറെഡി അറിയാം. അതിൻ്റെ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ഫാഷനിലായിരിക്കും ഉണ്ടാവുക, അല്ലെ? ഒരു ഡിസോർഡേർഡ് ഫ്ലോ ആണ് ടർബുലൻറ്റ് ഫ്ലോയിൽ നടക്കുന്നത്. ഫ്ലൂയിഡ് ഡസ് നോട്ട് മൂവ് ഇൻ ഓർഡർലി മാനർ, ഡിസോർഡേർഡ് ഫ്ലോ, ദാറ്റ് ഈസ് കോൾഡ് ടർബുലൻറ്റ് ഫ്ലോ. ദെൻ ഇതിന്റെ വെലോസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഫ്ലക്ച്വേറ്റ്. അതിന്റെ വെലോസിറ്റി നമ്മൾ നേരത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് ഡസ് നോട്ട് ചേഞ്ച് ആയിരുന്നു സ്റ്റഡി ഫ്ലോയിൽ. ഇവിടെ ആണെങ്കിൽ ഫ്ലക്ച്വേറ്റ്, അത് വാരി ചെയ്തുകൊണ്ടേ ഇരിക്കും. ദെൻ ഫ്ലൂയിഡ് മൂവ്സ് ഇൻ വെരി ഇറഗുലർ പാത്ത്. ഇവിടെ നമുക്ക് കറക്റ്റ് പാത്ത് ഉണ്ടായിരുന്നു, വി ഹാവ് എ വെൽ ഡിഫൈൻഡ് പാത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ടർബുലൻറ്റ് ഫ്ലോയില് ഫ്ലൂയിഡ് മൂവ്സ് ഇൻ വെരി ഇറഗുലർ പാത്ത്, zigzag way. Okay, then instead of following a given path, the molecules of the fluid from whirlpool pattern called eddies. അതായത് ഇതിന് ഒരു ഇറഗുലർ പാത്താണ് ഉണ്ടായിരിക്കുക. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ദ ഫ്ലൂയിഡ് ഫ്രോം whirlpool pattern called eddies. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലസ്റ്റർ ആയിട്ട് വേറെ വേറെ രൂപത്തിൽ കാണാൻ കഴിയും. അതിനെയാണ് എഡ്ഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക, ഇവിടെ ഇങ്ങനെ എന്തോ ഒരു കല്ലിന്റെ മേലെ കൂടെയൊക്കെ വീഴുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് വരാറുണ്ട്, അല്ലെ? അതേപോലെ ഇവിടെ വേറെ എന്തോ ഒരു ട്രാൻസിഷൻ, എന്തോ ഒരു ചേഞ്ച് ഉള്ള പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതൊക്കെ എന്താണ്? ഓരോ ക്ലസ്റ്റേഴ്സ് ആണ്. ഈ ക്ലസ്റ്റേഴ്സിനെ പറയുന്ന പേരാണ് എഡ്ഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മുടെ ലീനിയർ സ്ട്രീം ലൈനിൻ്റെയും അതേപോലെ തന്നെ ടർബുലൻറ്റ് ഫ്ലോയിൻ്റെയും നമ്മളൊരു പൈപ്പിലൂടെ സ്ട്രീം ലൈനും അതേപോലെ തന്നെ ടർബുലൻറ്റ് ഫ്ലോസിനെയും പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്ട്രീം ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെയേഴ്സിലൊന്നും ചേഞ്ച് ഇല്ലാതെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. ടർബുലൻറ്റിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി the velocity of a liquid flow up to which the flow is steady and above which it flow becomes the turbulent is called critical velocity. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊരു കേസസ് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ ഇപ്പോൾ നോർമലി നമ്മളൊരു സ്റ്റഡി ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന ഒരു വാട്ടർ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫ്ലൂയിഡിനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളം മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു താഴ്ചയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രഷർ വേരിയേഷൻസ് വരും. അപ്പോൾ പെട്ടെന്നുള്ള ക്രിറ്റിക്കൽ വെലോസിറ്റി ഒരു ബൗണ്ടറിയാണ്. ആ ക്രിറ്റിക്കൽ വെലോസിറ്റിനേക്കാളും കൂടുതൽ അതിൻ്റെ പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ ആണ് അതെന്തായിട്ട് മാറുന്നത്? ടർബുലൻറ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ നോർമലി ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ഉള്ളത് അതിൻ്റെ ക്രിറ്റിക്കൽ വെലോസിറ്റിനേക്കാളും കൂടുതലായിട്ട് അതിൻ്റെ വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ അത് ഏത് പാറ്റേണിലേക്ക് മാറും? ടർബുലൻറ്റ് ഫ്ലോ ആയിട്ട് മാറും. ഇത് ഒരു ട്രാൻസിഷൻ ആണ്. അതായത് സ്ട്രീം ലൈൻ ഫ്ലോയിൽ നിന്ന് ക്രിറ്റിക്കൽ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി മാറി? ടർബുലൻറ്റ് ഫ്ലോ ആയിട്ട് മാറി. ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് പ്രഷറിലുള്ള വേരിയേഷൻ ആണ് ഈ ക്രിറ്റിക്കൽ വെലോസിറ്റി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോർമലി ഇങ്ങനെ ഫ്ലോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ സൈഡിൽ പ്രഷറാണ്. ഫസ്റ്റ് നോർമൽ ഫ്ലോ ആണെങ്കിൽ ദാറ്റ് ഈസ് ലാമിനാർ ഫ്ലോ. ഇനി നമ്മളൊരു ക്രിറ്റിക്കൽ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രഷറിൽ അതിനേക്കാൾ കൂടുതൽ പ്രഷറിൽ വെള്ളം ഫോഴ്സ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി മാറിയിട്ടുണ്ടാവും? ഇറഗുലർ പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് അവിടുത്തെ ക്രിറ്റിക്കൽ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എങ്ങനെ അത് വെള്ളം പോകുന്നുള്ളത് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ടർബുലൻറ്റ് ഫ്ലോ. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ സ്ട്രീം ലൈൻ ഫ്ലോനെ നമുക്ക് വേണമെങ്കിൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ടർബുലൻറ്റ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് ക്രിറ്റിക്കൽ ഇതിനേക്കാളും കൂടുതലായിട്ട് സംഭവിച്ചു.
കേസ് വെച്ച് നമുക്കൊരു പോയിന്റും കൂടെ പറയാനുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ ഹണീൻ്റെയും വാട്ടറിൻ്റെയും കേസ് പറഞ്ഞു അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലുള്ളത് ടർബുലന്റ് ഫ്ലോയിലായിരിക്കും കമ്പയർഡ് ടു സ്ട്രീം ലൈൻ ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലുള്ളത് നമ്മുടെ ടർബുലന്റ് ഫ്ലോയിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫ്ലോ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന കേസിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.